അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ ആയത്തുകളും അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ പരിഭാഷകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശാസ്ത്രവും അത്യാവശ്യമായി നമുക്കറിയൽ ഒരു അവിഭാജ്യ ഘടകമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർളി വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. ആകാശത്ത് നിന്ന് അല്ലാഹു ആവശ്യത്തിനനുസരിച്ചു കൊണ്ടുള്ള വെള്ളം അല്ലാഹു ഇറക്കിത്തരുകയും ഭൂമിയിൽ അത് ഇറക്കുകയും ഭൂമിയെ നാം കുടിപ്പിക്കുകയും ചെയ്യുന്നു. അതിനെ ഇല്ലായ്മയാക്കാൻ കൊണ്ടുപോവാൻ അല്ലാഹുവിന് കഴിവുള്ളവനാണ് എന്നുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്, ഈ ഭൂതലത്തിൻ്റെ 71 ഭാഗം, നമ്മുടെ കാണുന്നതിൻ്റെ 71 ഭാഗവും ജലത്താൽ ആവൃതമാണ്. ഭൂമിയിൽ വിവിധ രൂപത്തിൽ ലഭ്യമായ ജലത്തിൻ്റെ ആകെ അളവ് 140 കോടി ഘന കിലോമീറ്റർ ആണെന്ന് ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി കണക്കാക്കിയിട്ടുണ്ട്. ലോകത്തിൻ്റെ മൊത്തം വെള്ളത്തിൽ 97% സമുദ്രങ്ങളിലാണുള്ളത്. അതിന് ഉപ്പ് രസമാണുള്ളത്. അതായത് സമുദ്രത്തിലാണ് അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കുന്ന വെള്ളത്തിൻ്റെ 97% അത് ഉപ്പ് രുചിയുള്ളതാണ്. ശേഷിക്കുന്ന 3% മാത്രമാണ് ശുദ്ധജലം. ആ വെള്ളമാണ് നമ്മുടെ വീടുകളിലെ കിണറുകളിലും കുളങ്ങളിലും തോടുകളുമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ 3% ശുദ്ധജലം എന്ന് പറഞ്ഞല്ലോ. ആ 3%ത്തിൽ 45% അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് അല്ലാഹു ഇറക്കുന്നത്. ഭൂമിയിൽ അല്ലാഹു ഇറക്കുന്ന വെള്ളത്തിൻ്റെ 4% മാത്രമാണ് നമ്മുടെ ഭാരതത്തിൽ, ഇന്ത്യയിലേക്ക് അല്ലാഹു എത്തിച്ചിട്ടുള്ളത്. ഭൂമിയിലെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും ഭൂമിയും തമ്മിൽ ജലാശയത്തിൻ്റെ കാര്യത്തിൽ ആശ്ചര്യകരമായ യോജിപ്പാണുള്ളത്. ഭൂമിയുടെയും മനുഷ്യ ശരീരത്തിൻ്റെയും 3/4 ഭാഗവും ജലമാണ്. നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യ ശരീരത്തിൽ പ്രായത്തിനനുസരിച്ച് കൊണ്ട് 55% മുതൽ 78% വരെ ജലമാണുള്ളത്. നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്തമായ പ്രായത്തിനനുസരിച്ച് കൊണ്ട് വ്യത്യസ്തമായ അളവിൽ നമ്മുടെ ശരീരത്തിന് വെള്ളം ആവശ്യമാണ്. മനുഷ്യ ശരീരത്തിൻ്റെ 2/3 ഭാഗവും വെള്ളമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യമായ ഒരു ഘടകമാണ് വെള്ളം എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ലെങ്കിൽ നമുക്ക് പ്രയാസമുണ്ടാവും. പട്ടിണിക്ക് നമുക്ക് ദിവസങ്ങളോളം നമുക്ക് നിൽക്കാം. വെള്ളമില്ലാതെ നിൽക്കാൻ ഒരു മനുഷ്യന് നിൽക്കൽ പ്രയാസമാണ്. കാരണം എന്താണ്? നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിലോടുന്ന രക്തവും അതുപോലെ മാംസവും അതുപോലെ നമ്മുടെ ഓരോ ഘടകങ്ങളിലും 2/3 ഭാഗവും വെള്ളമാണ്. ഒരു നവജാത ശിശുവിൽ 77% വെള്ളമാണുള്ളത്. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ 65% വെള്ളമുണ്ട്. ശാസ്ത്രം പറയുന്നു, പ്രായം ചെന്നവരിൽ, അതായത് പ്രായമായ ആളുകളിൽ ഒരു ശരീരത്തിൻ്റെ പകുതി 50%-ത്തിലധികവും ജലമാണുള്ളത്. നമ്മുടെ ശരീരത്തിലെ നരമ്പുകളിൽ ഓടുന്ന രക്തം, ആ രക്തത്തിൽ 90% വെള്ളമാണ്. ശാസ്ത്രമാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഏതായാലും വെള്ളം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യ ഘടകമാണ്. നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ വെള്ളം ഒഴിവാക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ കൈകാലുകളിലെ മസിലുകളിൽ 75%, എല്ലുകളിൽ 22% ജലാംശം തന്നെയാണ്, ജലമാണുള്ളത്. ഒരു ദിവസം 1500 മില്ലി വെള്ളമെങ്കിലും മനുഷ്യരുടെ ഉള്ളിലെത്തണം. ചുരുങ്ങിയത് നമ്മൾ 1500 മില്ലി വെള്ളമെങ്കിലും ഒരു ദിവസം ഞാനും നിങ്ങളും കുടിക്കണം. കാരണം നമ്മൾ വിയർപ്പായിട്ടും വിസർജനമായിട്ടും ഉമിനീരായിട്ടും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുടെ അത്രയും നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം എത്തിക്കേണ്ടതുണ്ട്. വൃക്കകളിൽ നിന്നും മാലിന്യം നീക്കാൻ മാത്രം ദിവസം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വൃക്കകൾ
ഇതിലെ ഓരോ മാലിന്യങ്ങൾ കടന്നു വരുന്നു. അതൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി മാത്രം നമ്മുടെ ശരീരത്തിൽ 600 മില്ലി ലിറ്റർ വെള്ളം വേണം. അതിനാൽ 7 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം ദിനേന ഓരോരുത്തരും കുടിക്കണം. അതിനു പുറമെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ദിവസവും 35 മില്ലി ലിറ്ററോളം വെള്ളം ഓരോ മനുഷ്യനും വേണം. ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ശരീരത്തിൻ്റെ ആവശ്യമായ വെള്ളത്തിന് നഷ്ടം വരുമ്പോൾ അതിനെ വീണ്ടും വെള്ളം നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ട് അവിടേക്ക് സ്വരൂപിക്കണം. പ്രത്യേകിച്ച് ഈ ചൂടുകാലം, ഇന്ന് ചൂടുകാലത്ത് നമ്മുടെ ശരീരം വളരെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമാകുന്ന വെള്ളം നമ്മൾ ദിനേന കുടിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം എത്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയും പഠിക്കുകയും പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യാൻ ഇതൊരു ഉപകാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരങ്ങളിലുണ്ടാകുന്ന പ്രയാസങ്ങളും രോഗങ്ങളുമൊക്കെ അല്ലാഹു ശിഫയാക്കി തരട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ പ്രഷർ, ഷുഗർ സംബന്ധമായ രോഗങ്ങളുള്ളവർ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു പരിപൂർണമായി ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ.